നമ്മൾ ഇന്ന് ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഞാനാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനല്ല, താരയാണ് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കാരണം അവൾക്കൊക്കെ നല്ലതുപോലെ അറിയാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഞാനൊക്കെ ഉണ്ടാക്കി അതത്ര ശരിയാവാറില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ പൊടി എടുക്കുന്നത് പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ആ പൊടീനെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വയ്ക്കുക. അങ്ങനെ മാറ്റി കുറച്ച് സമയം വെക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കുഴയ്ക്കുക, അപ്പം തന്നെ ഉണ്ടാക്കുക. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനാണെങ്കിലോ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച്, ചപ്പാത്തിക്ക് എങ്ങനെയാണോ നമ്മൾ കുഴച്ചെടുത്ത് വെക്കുന്നത് അതുപോലെ എടുത്ത് മാറ്റി വെക്കുക. ഇനി അതിൻ്റെ അകത്തൊരു ഫില്ലിങ്ങാണ് നമ്മൾ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോയിൽഡ് പൊട്ടറ്റോ എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന്, ഇപ്പം പൊട്ടറ്റോ സ്മാഷർ ഉണ്ട്, അത് യൂസ് ചെയ്യാം, അല്ല കൈ വെച്ചിട്ട് ചെയ്താലും മതി. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ചെറുതായിട്ട് കട്ട് ചെയ്ത സബോള ആഡ് ചെയ്യണം. സബോളയുടെ കൂടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, അതായത് ഇപ്പോൾ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിടണമെങ്കിൽ അതിടാം, കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിടണമെങ്കിൽ അതിടാം, ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് അതിടാം, പച്ചമുളക് ഡെഫിനറ്റ്ലി ഇടണം. ഇവിടെ ഇപ്പം ഞാൻ ഇതൊന്നും ഇടിപ്പിക്കാത്തത്, എനിക്ക് ഒരുപാട് മസാലയുള്ളത് ഇഷ്ടമില്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇച്ചിരി മുളക് പൊടിയും ഗരം മസാല കുറച്ചത്രേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് മസാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ മാഗിയുടെ മാജിക് ക്യൂബ്സ് ഒക്കെ കിട്ടുമല്ലോ, അതൊക്കെ ഇട്ട് കഴിഞ്ഞ ദിവസം ശ്രേയയ്ക്ക് വേണ്ടിയിട്ട് അവൾ താര പ്രത്യേകം ഉണ്ടാക്കിയായിരുന്നു. അത് ഭയങ്കര കുറച്ചും കൂടെ ടേസ്റ്റ് നല്ല കൂടുതലാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒത്തിരി മസാലയൊന്നും യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ചിങ്ങനെ മസാല ഇട്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തിയുടെ ഒരു പരത്തി ഇത് വെച്ചതുപോലെ തന്നെ നമ്മൾ അവിടെ ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഇനി ഇതിനെ നമ്മൾ പരത്തി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കോഴിക്കോട്ടയ്ക്കൊക്കെ നമ്മൾ ആദ്യം ചെയ്യില്ലേ, അകത്ത് നമ്മൾ ആ തേങ്ങയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ പൊട്ടറ്റോയുടെ ഫില്ലിങ് വെക്കുകയാണ്. എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലതുപോലെ എല്ലായിടത്തും ഒരേ ഒരു ഈ കട്ടി ഒരുപോലെ വരുന്ന രീതിയിൽ കയ്യിലിട്ട് നല്ലതുപോലെ ഉരുട്ടിയെടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പൊടിയിൽ മുക്കിയിട്ട്, ഇച്ചിരി അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയിൽ മുക്കണേ, അല്ലെങ്കിൽ അകത്തുള്ള പൊട്ടറ്റോ എല്ലാം പുറത്തോട്ട് ചാടാനായിട്ട് തുടങ്ങും. എന്നിട്ടിപ്പോൾ ഇങ്ങനെ ഈ പരത്തമ്പഴം കണ്ടോ, നമ്മളിങ്ങനെ ഭയങ്കര പ്രസ് ചെയ്ത് അങ്ങ് പരത്തരുത്, ഇങ്ങനെ ചെറുതായിട്ട് പതിയെ പരത്തി നോക്കണം. കാരണം അതെന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുറത്തോട്ട് ചാടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പൊറോട്ട ആയി കഴിയുമ്പോൾ തന്നെ എൻ്റെ ഈ ചപ്പാത്തി പലക മുഴുവനും പൊട്ടറ്റയൊക്കെ പിടിച്ചിരിക്കാറുണ്ട്. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയത് കാരണം ഭയങ്കര ഈസി ആയിട്ട് താര ഉണ്ടാക്കിയെടുക്കും. ഇനി ഇത് തന്നെയാണെങ്കിൽ നമ്മൾ ഈ ചപ്പാത്തി ഫുൽക്ക ഉണ്ടാക്കുമല്ലോ, ഫുൽക്ക ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ പൊങ്ങി വരില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതിലോട്ട് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ മേളിലോട്ട് അങ്ങനെ പൊങ്ങി വരും. കാണാൻ നല്ല രസമാണ്, അപ്പം തന്നെ കഴിക്കണം എന്ന് തോന്നും. അതുപോലെയാണ് താരയൊക്കെ ഉണ്ടാക്കുമ്പോൾ വരുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ എല്ലാം ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞെന്നാൽ, അതായത് ഈ പൊട്ടറ്റോ പുറത്തോട്ട് വന്നു കഴിഞ്ഞെന്നാൽ പിന്നെ അതുപോലെ അങ്ങ് പൊങ്ങി വരത്തില്ല. അപ്പോൾ ഇത് അവൾ ആദ്യം ഒരു സൈഡ് ഇട്ടു, പിന്നെ അടുത്ത സൈഡ് മറിച്ചിട്ടതിന് ശേഷം ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കും. നമ്മൾ നെയ്ക്കകത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നെയ്യ് ഇനി ആരുടെയെങ്കിലും വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് ഓയിൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. ഇപ്രാവശ്യം ഞാനിവിടെ ഓയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ നെയ്യ് തീർന്നു പോയായിരുന്നേ. അപ്പം ഇങ്ങനെ 2 സൈഡിലും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കണ്ടോ, അത് ഒഴിക്കുന്ന സമയത്ത് തന്നെ അത് പതിയെ പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട്. ഇനി അത് തിരിച്ചു മറിച്ച് വന്നിട്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് വേകാനുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് പുറത്ത് നമ്മുടെ ആ കവറിങ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അത് ഇച്ചിരി ഒരു കളർ ഇച്ചിരി ഡാർക്കായെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും വിഷമിക്കേണ്ട, അത് ഇച്ചിരി ഡാർക്ക് കളറിൽ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ് ഇത് കരിഞ്ഞു പോകുന്നതോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ കടയിൽ പോയി മേടിച്ചാലും ഈ ഒരു കളറിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് നല്ല, നമുക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടില്ലേ. താരയുടെ ഈ ആലു പൊറോട്ട മാത്രമല്ല കേട്ടോ, പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പൊറോട്ട ഉണ്ടാക്കി തരും, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതായത് നമ്മളിപ്പം നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം എപ്പോഴും തലേന്ന് അരച്ച് വെച്ചിട്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ദെൻ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി അച്ചാറും ബട്ടറും ഇച്ചിരി തൈരും, അത് മാത്രം മതി. വേറൊരു കറി കൂട്ടി കഴിക്കുന്ന സംഭവമല്ല ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിലൊക്കെ ഒന്ന് അറിയിക്കുക. താങ്ക് യു.